നമസ്കാരം. നമസ്തേ. ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പൊ ഈ ഫെബ്രുവരി 28-നാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്ന ആയത്തുള്ള അലി ഖമേനിക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, മൈ ബിഗ് സല്യൂട്ട്. കൊല്ലപ്പെട്ടത് കൊണ്ടുള്ള അല്ലെ മരണാനന്തര സല്യൂട്ട് അല്ല കേട്ടോ ഇത്, മറിച്ച് 36 വർഷം അമേരിക്കൻ അധിനിവേശത്തെ തടഞ്ഞു നിർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് ആ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നത്. അലി ഖമേനി ഇറാനിലെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നും പറയുന്ന അമേരിക്കക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വാല്യൂ അവർ കൊടുക്കുന്ന അവരുടെ ഭരണഘടനയ്ക്കാണ്. ആ ഭരണഘടനയെ അട്ടിമറിച്ച ആളാണ് ഈ യുദ്ധപ്രഖ്യാപനത്തിലൂടെ ട്രംപ് ചെയ്തിരിക്കുന്നത്. ആ ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ്. യുദ്ധപ്രഖ്യാപനം നടത്താൻ ഭരണഘടനാപരമായി അധികാരമുള്ള US കോൺഗ്രസിനെ നോക്കുകുത്തിയാക്കി നിർത്തി ഒരു ഭ്രാന്തൻ നായ പോലെ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഒരു ജനതയേക്കാൾ എത്രയോ ഭേദമാണ് അലി ഖമേനി എന്ന ഡിക്റ്റേറ്ററിനെ ഇത്രയും നാളും സഹിച്ച ഇറാനിയൻ ജനത. ഞാൻ അങ്ങനെ ഇത് കാണുന്നുള്ളൂ. ജനാധിപത്യമായതുകൊണ്ട് വളരെ മെച്ചമായിരുന്നോ, സ്വേച്ഛാധിപത്യമായതുകൊണ്ട് വളരെ മോശമാണോ എന്നല്ല ഞാൻ കാണുന്നത്. ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളോട് ആ ഗവൺമെന്റ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഒരു സ്വേച്ഛാധിപത്യത്തിൽ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ആ ജനാധിപത്യത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്നാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന് പറയുകയും ജനങ്ങൾക്ക് മുഴുവൻ എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിൽ നമ്മൾ ഡെമോക്രസി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വി ആർ ലിവിങ് ഇൻ എ ഫൂൾസ് പാരഡൈസ്. ഇറ്റ് ഈസ് പ്ലൂട്ടോക്രസി. 6-7 അതിസമ്പന്നരായ ബിസിനസ്സുകാർ നടത്തുന്ന ഭരണമാണ് പ്ലൂട്ടോക്രസി. അതാണ് അമേരിക്ക നടന്നത്, അതാണ് ഇന്ത്യയിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനാധിപത്യം നമ്മൾ പറയണ്ട, ജനാധിപത്യം ആയിക്കോട്ടെ, ജനാധിപത്യം അല്ലാതായിക്കോട്ടെ, ബട്ട് ഹൗ ഒരു ഗവൺമെന്റ് എങ്ങനെ ഭരിക്കും? ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഒരാളെ അവർ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 2020 ഇയാൾ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇയാൾക്ക് അയാളുടെ നേതൃത്വത്തിൽ ക്യാപിറ്റൽ ടവേഴ്സ് കീഴടക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ചുള്ള കേസ് അവിടെ നടക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ അന്നത്തെ പല ഉദ്യോഗസ്ഥരും പറഞ്ഞ് ഈ ട്രംപിന്റെ അനുവാദത്തോടെയാണ് കൂടി ചെയ്യുന്നുള്ളതാണ്. അന്ന് ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഭരണത്തിൽ നിന്ന് ഇറങ്ങാതെ ക്യാപിറ്റൽ ടവേഴ്സ് കീഴടക്കാൻ ശ്രമിച്ച ഒരു വിഭാഗത്തിന്റെ നേതാവിനെ വീണ്ടും ആ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ആ ജനാധിപത്യത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് വേറെ ഏത് രീതിയിലാണെങ്കിൽ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഖമേനിയെ ട്രംപിനേക്കാൾ ഞാൻ വാല്യൂ കൊടുക്കുന്നത്. വടക്കൻ ഇറാനിലെ മർഷാദ് എന്ന സ്ഥലത്താണ് 1939 ഖമേനി ജനിച്ചത്. ഈ ഖമേനി കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് ഇറാനിലെ. ആ കുടുംബത്തിലെ 3-ാം തലമുറയിലെ അംഗമാണ് 1979 ഇറാൻ വിപ്ലവ നേതാവായിരുന്ന റുഹുള്ള ഖമേനി. 5-ാം തലമുറയിലെ ഒരു അംഗമാണ് ബോംബ് ആക്രമണത്തിൽ ഇപ്പം മരിച്ച അലി ഖമേനി. റുഹുള്ള ഖമേനിയെ കണ്ടുമുട്ടുന്ന 1958-ലാണ്. ഇറാന്റെ ആത്മാഭിമാനവും ഇറാന്റെ സമ്പത്തുമാണ് ഇറാന് അമേരിക്കയുമായുള്ള അടിമത്ത സൗഹൃദത്തെക്കാൾ വിലയുള്ളത് എന്ന് ഉറക്കെ പറയുന്ന ഖമേനിസം എന്ന് അതിനെ പറയുന്നത്. കമ്മ്യൂണിസം ഒക്കെ പോലെ ഖമേനിസം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്. അതിലേക്ക് അലി ഖമേനിയെ ആകർഷണാക്കുന്നത് ആ കണ്ടുമുട്ടലിന് ശേഷമാണ്. 58-ലെ ആന്റി കൊളോണിയലായ ഷിയ ഇസ്ലാമിന്റെ രീതികൾ പിന്തുടരുന്ന സ്റ്റേറ്റ് പ്ലാനിങ്ങിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താം എന്ന് വിശ്വസിക്കുന്ന ഖമേനിസം ഭൂമിയിലെ നിയമങ്ങൾ മാത്രം കൊണ്ട് ഒരു മികച്ച സമൂഹം ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതുന്നില്ല. അതുകൊണ്ടാണ് അതൊരു തിയോക്രാറ്റിക് സൊസൈറ്റി ആയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പക്ഷേ അവർ ക്രിസ്ത്യൻ ജനതയ്ക്ക് പ്രാമുഖ്യമുള്ള രാജ്യങ്ങളാണെന്നും മോഡേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ എന്ന് പറയുന്ന അവരുടെ മൂല്യങ്ങൾ ക്രിസ്തുമതത്തിൽ അധിഷ്ഠിതമാണെന്നും തുറന്ന് സമ്മതിക്കാറില്ല. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും പറയുന്ന വെസ്റ്റേൺ കൺട്രീസ്, മറ്റൊരു ഇസ്ലാമിക് കൺട്രീസ് ആണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഈ വെസ്റ്റേൺ കൺട്രീസ് മുഴുവനും, യൂറോപ്യൻ കൺട്രീസ് മുഴുവനും ദേ ആർ ഓൾ ക്രിസ്ത്യൻ കൺട്രീസ്. അവരുടെ മെജോറിറ്റി 90% പോപ്പുലേഷൻ ആർ ക്രിസ്ത്യൻസ്. അവർ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻ വാല്യൂസ് ആണ്. പക്ഷെ നമ്മൾ അതിന് ക്രിസ്ത്യൻ കൺട്രീസ് പറയത്തില്ല. ദേ ആർ ഓൾ വെസ്റ്റേൺ കൺട്രീസ് ഓർ യൂറോപ്യൻ കൺട്രീസ്. ഇപ്പുറത്തുള്ള പശ്ചിമേഷ്യയിലേക്ക് വരുമ്പോൾ മുഴുവൻ ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് പറയുന്നത്. അത് വളരെ ബോധപൂർവ്വം നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രചരണമാണ്. മറ്റെല്ലാം ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ എല്ലാം പിന്തിരിപ്പനായി കഴിഞ്ഞു, മറ്റതെല്ലാം മോഡേൺ ആണ്. എന്നാൽ ഖമേനിസം ഷിയ ഇസ്ലാമിനോടുള്ള അതിന്റെ ആത്മബന്ധം മറച്ചു വെക്കുന്നില്ല. ഞാൻ ഒരു പ്രമാണത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അത് വിശ്വസിക്കുന്നു ഓപ്പണായിട്ട് പറയുന്നതാണ് എന്റെ സത്യസന്ധത. വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ദൈവത്തിലോ ചെകുത്താനിലോ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും
എനിക്കിഷ്ടം ചെകുത്താനെയാണ് ദൈവത്തെക്കാൾ. കാരണം ദൈവം നമ്മുടെ അടുത്ത് വരുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല. നമ്മൾക്ക് ഗുണം ചെയ്യാനാണോ ദൂഷ്യം ചെയ്യാനാണോ നമുക്കറിയില്ല. നമ്മൾ തൊഴുകയായിട്ട് നിൽക്കുക ചെയ്യുന്നത്. ചെകുത്താൻ നമ്മളോട് വരുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാനാണ് നമുക്കറിയാം. കാരണം ചെകുത്താന് സത്യസന്ധതയുണ്ട്. ഈസ് ട്രാൻസ്പെറന്റ്. ഗോഡ് ഈസ് വെരി വെരി ഒപ്പേക്ക്. നമുക്കറിയില്ല. സോ എനിക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കള്ളനെയാണ് സത്യസന്ധൻ ആയ മുഖംമൂടി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന കൊള്ളക്കാരനേക്കാൾ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് മതാധിഷ്ഠിതമാണ് എന്ന് പറയുന്ന ഖമേനിയുടെ ഭരണത്തെ മതാധിഷ്ഠമല്ല എന്ന് പറയുകയും പക്ഷെ മതം തന്നെ കാണിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ നേതാക്കളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. കമ്മ്യൂണിസത്തിന്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് വെലായത് എ ഫാഖി എന്നാണ് അവർ ആ ഭാഷയിൽ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിയമജ്ഞരുടെ രക്ഷകർത്തൃത്വം എന്നാണ് അതിനർത്ഥം. അതായത് പരമോന്നത നേതാവിന് പ്രവാചകനും തെറ്റാവരും കിട്ടിയ ഇമാംമാർക്കും ലഭ്യമായ എല്ലാ അധികാരങ്ങളും ഉണ്ടെന്നാണ് ചുരുക്കത്തിൽ അതിന്റെ. ഇതിനർത്ഥം ഷിയ ഇസ്ലാമിന്റെ പണ്ഡിതനായ ഒരു നേതാവിനാണ് ഇറാന്റെ ഭരണപരവും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളിലുമുള്ള അവസാന വാക്ക്. അതുകൊണ്ടാണ് അലി ഖൊമേനി 36 വർഷമായി ഇറാന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവുമായി തുടർന്നത്. ഇറാനെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കോളനിയാക്കി മാറ്റുന്നതിന് അനുവദിച്ച ഷായുടെ രാജഭരണത്തിനെതിരെയുള്ള വിപ്ലവമായിരുന്നു ഖമേനിസം. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഒരു രാജ്യത്തോട് സമ്പത്തിനോട് ഉള്ള കൂറ്, മറ്റേ രാജ്യത്തിനെ കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കുന്നതിന്റെ താല്പര്യങ്ങൾ, ഇത് രണ്ടിൽ ഏതാണെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ. നമ്മുടെ നാട്ടില് നമ്മുടെ എല്ലാ താല്പര്യങ്ങളും, ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളും നമ്മൾ അടിയറ വെച്ചിരിക്കുമ്പോഴും നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറാന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ രാജ്യത്തിന്റെ എണ്ണശേഖരമാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അത് ഒപെക് രാജ്യങ്ങൾ 3ാമത്തെ സ്ഥാനമാണ് ഇറാന്. ലോകത്ത് ആവശ്യമായ പെട്രോളിന്റെ 4.5% ഇറാൻ നൽകുന്നതാണ്. പ്രതിദിനം 3.3 മില്യൺ ബാരൽസ് ആണ് ഉൽപാദനം. ആഭ്യന്തര റിഫൈനറികൾക്ക് പ്രതിദിനം 2.6 മില്യൺ ബാരലുകൾ ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട്. 2025 8,20,000 ബാരൽ ഓയിലാണ് ഇറാൻ എക്സ്പോർട്ട് ചെയ്തത്. 2024 ഓയിൽ എക്സ്പോർട്ട് വഴി ഇറാന് ലഭിച്ചത് $46 ബില്യൺ. ഓയിലാണ് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല്. ഇതാണ് ഷാ ഭരണകൂടം അമേരിക്കയ്ക്കും ബ്രിട്ടനും ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുത്തത്. ഇത്രയും പ്രാധാന്യമുള്ള എണ്ണപ്പാടങ്ങളാണ് 1951 ഇറാനിയൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മൊസാഗത്ത് ദേശസാൽക്കരിച്ചത്. അതോടെയാണ് അമേരിക്കയും ബ്രിട്ടനും ഇറാനെതിരെ തിരിഞ്ഞത്. ജനാധിപത്യ രീതിയിൽ ഉയർന്നു വന്ന മൊസാഗത്തിനെതിരെ അട്ടിമറി നടത്തിയ CIA ഷായെ കൊണ്ട് പഴയ രീതിയിൽ തന്നെ എണ്ണപ്പാടങ്ങൾ ചൂഷണം ചെയ്യാനുള്ള അനുവാദവും വാങ്ങി. ഈ കീഴടങ്ങളിനെതിരെയാണ് 1979 ആയത്തുള്ള റൊഹള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടന്നതും ഷാ നാടുവിടുന്നതും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നതും. അതോടെ എണ്ണപ്പാടങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അധികാരം തീർത്തുമില്ലാതായി. 1989 റുഹുള്ള ഖൊമേനി മരിച്ചു. തുടർന്ന് അലി ഖൊമേനി ഇറാന്റെ പരമോന്നത നേതാവായി 2026 ഫെബ്രുവരി 28 കൊല്ലപ്പെടുന്നത് വരെ. ഈ കാലയളവിനുള്ളിൽ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളുടെ രാജ്യങ്ങളുമായി അമേരിക്ക തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കരാറുണ്ടാക്കി. അത് നമ്മൾ നോക്കേണ്ടത്, ആദ്യം 22 രാജ്യങ്ങൾ ചേർന്നിട്ട് അവരുടെ എണ്ണയുടെ പുറത്ത് അവർക്ക് അധികാരമുണ്ട് എന്ന രീതിയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു. പക്ഷേ പയ്യെ ഓരോ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ കരാറുണ്ടാക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ എണ്ണ അവർ ഖനനം അതിനെ തുടങ്ങുകയും ചെയ്തു. കാരണം അവിടുത്തെ അധികാരത്തിൽ ഇരിക്കുന്നവരെ ബ്രൈബ് ചെയ്താൽ മതി, ഇതിനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് വഴങ്ങി നിൽക്കുന്നില്ല ഈ ഇറാൻ. എങ്ങനെയെങ്കിലും ഇവരെ കരാറിനെ അവർ അനുകൂലിച്ചില്ലെങ്കിൽ അവിടുത്തെ ഭരണം അട്ടിമറിച്ച് അമേരിക്കൻ ഗവൺമെന്റിന്റെ പാവ സർക്കാർ അവിടെ ഉണ്ടാക്കുന്നു. നമ്മൾ നോക്കിയാലും ഇറാഖും ലിബിയയും അഫ്ഗാനിസ്ഥാനുമാണ് ഉദാഹരണങ്ങൾ. 3 ഭരണങ്ങൾ അട്ടിമറിച്ച് അമേരിക്കയാണ്. അവിടുത്തെ ഭരണപരമായ അസ്ഥിരത എണ്ണയുടെ കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയാണ് അമേരിക്ക ചെയ്തത്. പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ള അമിത താല്പര്യത്തിന്റെ കാര്യം ആ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളാണ്, ധാതു സമ്പത്തുകളാണ്. അവിടെ ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തിൽ ജനാധിപത്യം ഇല്ലെങ്കിൽ അമേരിക്ക എന്തിനാണ് ഇടപെടുന്നത്? പശ്ചിമേഷ്യയിൽ ഇറാഖും കുവൈറ്റും കൂടെ യുദ്ധം ഉണ്ടാകുമ്പോൾ അമേരിക്ക എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? അമേരിക്ക അത് എങ്ങനെ ബാധിക്കുന്നു? അപ്പം ബാധിക്കുന്ന ഇതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഈ ഖൊമേനി അമേരിക്കയുടെ സമ്മർദ്ദത്തെ 36 വർഷം തടുത്തു നിന്നു. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. മാത്രമല്ല പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് ഇയാൾ രൂപം നൽകി. ഇപ്പൊ അലി ഖൊമേനി ഇറാന്റെ നേതൃത്വത്തിലുള്ള പട്ടാളാധിഷ്ഠിത സഖ്യമാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ലെബനനിലെ ഹെസ്ബുള്ളയും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും
യമനിലെ ഹൂത്തികളും പലസ്തീനിലെ ഹമാസും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ കീഴിൽ വരും. പ്രതിവർഷം $700 മില്യൺ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇറാൻ മാറ്റിവെക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു റൗഡി സ്റ്റേറ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ പ്രോക്സി യുദ്ധങ്ങൾക്ക് ഇതുവരെ നടത്തിവന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇറാനുമായി യുദ്ധത്തിനിറങ്ങുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് 5277 ആണവായുധങ്ങളുള്ള അമേരിക്കയും പശ്ചിമേഷ്യയിലെ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യമായി ഇസ്രായേലും പറയുന്നത്. അത് തടയാനാണ് അത്ര ഈ യുദ്ധം. വാസ്തവത്തിൽ പലസ്തീൻ ജനതയുടെ നടുവിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ വാർത്തെടുത്തത് തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിൽ നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രോക്സി സ്റ്റേറ്റായാണ്. ആർക്കും അവസാനം വരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. പലരും കൊല്ലപ്പെടും. ഒരാൾ മരിച്ചു വീണെടുത്ത് നിന്ന് മറ്റൊരാൾ രൂപപ്പെടും. അലി ഖമേനിക്ക് ശേഷം മറ്റൊരാൾ. സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കൊളനിവൽക്കരണത്തിനെതിരെ പോരാടി മരിച്ചവരിൽ ഒരാളാണ് അലി ഖമേനി. അമേരിക്കൻ കച്ചവട താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗവും കാർഷിക മേഖലയും പരമാധികാരവും ആത്മാഭിമാനവും പണയം വെച്ച് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന നേതാക്കളെക്കാൾ എത്രയോ മാറ്റുകൂടിയതാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനി എന്ന നേതാവ്. എഗെയിൻ എ ബിഗ് സല്യൂട്ട് ടു അലി ഖമേനി.